എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി പഞ്ചറാവുക അല്ലെങ്കിൽ ഇതായി ചെയ്യണമെങ്കിൽ പെട്ടു കഴിഞ്ഞു. ആളുകൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയില്ല. അങ്ങനത്തെ ഒരു വഴി കൂടെയാണ് പിന്നെ ഞങ്ങൾ പോണത്. അവിടുത്തെ താമരന്മാരെ കയ്യിൽ നിന്നുള്ള മുഴുവൻ ചീത്തയും കേട്ട് വണ്ടി അങ്ങോട്ട് എടുക്കാനും പറ്റില്ല, ഇങ്ങോട്ട് എടുക്കാനും പറ്റില്ല. അമ്പലം തഞ്ചാവൂർ അമ്പലം കണ്ടത് അവിടെ അല്ല, പിന്നെ നമ്മൾ എന്ത് ഇങ്ങോട്ട് പോണേന്ന് ചോദിച്ചേട്ടനോടെ. അപ്പൊ ചേട്ടൻ പറയാം അത് സാരല്ലേ, പേടിക്കണ്ട, അവന് വഴി തെറ്റിയതാ. സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ ട്രാവലിസ്റ്റയുടെ പുതിയൊരു ട്രാവൽ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ സെഗ്മെന്റ് തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യണത്, നമ്മുടെ ട്രാവലിസ്റ്റ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് 2019 എൻ്റെ സ്ഥാപനമായ അലാസ്കയിൽ ഒരു യൂട്യൂബർ ഫാമിലി വന്നിരുന്നു. ആ ഫാമിലിയാണ് അജു ആൻഡ് സരിത എന്ന് പറഞ്ഞിട്ടുള്ള അജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലാണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് അജുവേട്ടൻ സരിതേച്ച് വന്നപ്പോഴേ അജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അജുവേട്ടാ ഞാനൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അജുവേട്ടൻ്റെ അഭിപ്രായം എന്തുട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അജുവേട്ടൻ പറഞ്ഞു, സാൻഡപ്പാ നീ ഒന്നും നോക്കണ്ട, നീ തുടങ്ങിക്കോ, നീ ഒരു പരിപാടി നോക്കണ്ട, നീ തുടങ്ങാൻ ആഗ്രഹിക്കണമെങ്കിൽ തുടങ്ങുക, അത്ര തന്നെ എന്ന് പറഞ്ഞ് എന്നെ ഇൻസ്പയർ ചെയ്ത ആദ്യത്തെ ഒരു ഗുരുനാഥൻ ട്രാവലിസ്റ്റ ചാനല് ഫോം ചെയ്യുന്നതിനുള്ള ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ എന്നുള്ള രീതിയിലാണ് ഞാൻ അജുവേട്ടനും സരിതേച്ചനും കാണുന്നത്. പൗലോസേട്ടനും എല്ലാവരും എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇൻസ്പിറേഷൻ, അവർ മാത്രമായിരുന്നു എൻ്റെ യൂട്യൂബർ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു ഉദിപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു തുടക്കമുള്ളത്. അപ്പോൾ നമ്മുടെ സ്വപ്ന സഞ്ചാരി എന്ന പരിപാടിയിലേക്ക് അജുവേട്ടനും സരിതേച്ചനെയും സ്വാഗതം ചെയ്യണു. അപ്പോൾ നമ്മുടെ സ്വപ്ന സഞ്ചാരി എന്ന ട്രാവലിസ്റ്റയുടെ പുതിയ സെഗ്മെന്റ് ഇന്ന് തുടങ്ങാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് തുടങ്ങല്ലേ? അജുവേട്ടൻ, സരിതേച്ചി കേറിക്കോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് അജു, ഇതെൻ്റെ ഭാര്യ സരിത. നമ്മുടെ സ്വന്തം സാൻഡപ്പൻ്റെ ചാനലായിട്ടുള്ള ട്രാവലിസ്റ്റയിൽ ഒരു പുതിയ സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്. സ്വപ്നസഞ്ചാരം എന്ന പേരിൽ നമ്മുടെ അവിസ്മരണീയമായ യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സെഗ്മെൻറ്റാണിത്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചതിൽ സാൻഡപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങാൻ പോണത്. 2013 ഞങ്ങളുടെ കുടുംബടക്കം, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് പേരും കൂടിയിട്ടുള്ള ഒരു യാത്ര, ഒരു ടെമ്പോ ട്രാവലറിൽ പോണ്ടിച്ചേരിക്ക് പോയി കഥയാണ് പറയാൻ പോണത്. അപ്പോൾ ഞങ്ങൾ വലിയേട്ടൻ്റെ ഫാമിലി, വലിയേട്ടനും വലിയേച്ചിയും, പിന്നെ അതുപോലെ നാലാമത്തെ ചേട്ടനായിട്ടുള്ള ഷാജൻ ചേട്ടൻ, ചേച്ചി, അവരെ 2 മക്കള്, പിന്നെ മൂന്നാമത്തെ ചേട്ടനുണ്ട് അനിലൻ ചേട്ടൻ്റെ 2 മക്കള്, എൻ്റെ ചേട്ടനും ചേച്ചിയും വന്നില്ലേ, 2 മക്കള്, കാജൽ, അമൽ, പിന്നെ ഞാൻ, ചേട്ടൻ, ഞങ്ങളുടെ 3 വയസ്സായിട്ടുള്ള മോൻ ജഗ്ഗുവിന് ആ സമയത്ത് ജഗന്നാഥൻ എന്നാണ് ഞങ്ങളുടെ മോൻ്റെ പേര്, ജഗ്ഗു എന്ന് വിളിക്കും. അവൻ അന്ന് 3 വയസ്സാണ്. അങ്ങനെ ഞങ്ങളുടെ 11 പേര് കൂടിയിട്ടാണ് പോണ്ടിച്ചേരിക്ക് പോകാൻ തീരുമാനിച്ചത്. 2013 ഓണ ടൈമിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കാലത്ത് 6 മണിക്കാണ് വണ്ടി വരാൻ പറഞ്ഞു പോണത്. അതായത് ഞങ്ങൾക്ക് രാത്രി യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല, പകൽ യാത്ര ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പകൽ യാത്ര ചെയ്തിട്ട് വൈകുന്നേരം സമാധാനമായിട്ട് ഹോട്ടൽ റൂമിൽ കിടന്നുറങ്ങാം. അപ്പോൾ നേരം വിളിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പകൽ യാത്ര. അതെ, എല്ലാവരും ഈ യാത്രയുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇവിടെ നിന്ന് പുറപ്പെടും. നേരം വെളുക്കുമ്പോൾ ഏതാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ എത്തുന്ന വിധത്തിൽ രാത്രി ആയിരിക്കും യാത്ര പ്ലാൻ ചെയ്യുക. രാവിലെ അവിടെ എത്തുക, ഒന്ന് ഫ്രഷ് ആവുക, സ്ഥലങ്ങൾ കാണുക, പിന്നെ വീണ്ടും രാത്രി പുറപ്പെടുക, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ നമ്മുടെ വീട്ടില് പൊതുവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൂട്ടുകുടുംബമാണ്. അപ്പൊ മൊത്തത്തിൽ യാത്ര എന്ന് പറയുന്നത് രാത്രി യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളവരുടെ ഇത്. കാശ് ഇത്തിരി പോയാലും കുഴപ്പമില്ല, സേഫ്റ്റി ഫസ്റ്റ്. ക്ഷീണം ഉണ്ടാവൂല. നമ്മൾ രാവിലെ പുറപ്പെട്ട് എവിടെയാണെന്ന് വെച്ചാൽ രാത്രി എത്താവുന്ന വിധത്തിലുള്ള ഒരു സ്ഥലം ആണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ മിക്കവാറും. അങ്ങനെ രാത്രി അവിടെ എത്തി ഒരു റൂം എടുത്ത് സമാധാനമായിട്ട് കിടന്നൊക്കെ ഉറങ്ങി നേരം എടുത്ത് ഫ്രഷ് ആയിട്ട് സ്ഥലങ്ങൾ കാണാൻ. അങ്ങനെ വിചാരിച്ചിട്ട് കാലത്ത് 6 മണിക്ക് വണ്ടിക്കാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടെമ്പോ ട്രാവലർ, അതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്തോ ജെറൂസലേമ അങ്ങനെ എന്തോ പേരായിരുന്നു തോന്നുന്നു, ഓർമ്മ. കൊല്ലം കുറേ 10-15 കൊല്ലമായി. അപ്പൊ ആ വണ്ടി വന്നത് കാലത്ത് 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു ഉച്ചരിഞ്ഞ് ഒരു 5 മണി 6 മണിയോടുകൂടി അവിടെ എത്തുമല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്ന് പോകുന്നത്. പിന്നെ എന്നിട്ട് അന്ന് തന്നെ വേണമെങ്കിൽ അസ്തമനൊക്കെ കാണാം അല്ലേ, വൈകുന്നേരം. അങ്ങനെയൊക്കെ കുറെ പ്ലാനുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഇരിക്കണത്. വണ്ടി വന്നപ്പോൾ കാലത്ത് 7:30 കഴിഞ്ഞു. 7:30 കഴിഞ്ഞ വഴിക്ക് പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ ഈ പാലക്കാടൊക്കെ എത്തിയിട്ടുണ്ടാവും. പാലക്കാട് എത്തിയപ്പോൾ കാലത്ത് ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തി
അപ്പോൾ ഒരു അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവറാണ് കേട്ടോ. അധികം പ്രായമില്ല, ഒരു ചെറിയ 24 വയസ്സൊക്കെ അത്രയും പ്രായമുള്ള. അപ്പോൾ അവനോട് ചോദിച്ചു, അനൂപാണ് ശരിക്കും പറയും കഥയിലത്തെ താരം. ഞാൻ അനൂപിനോട് ചോദിച്ചു പോണ്ടിച്ചേരിക്കൊക്കെ യാത്ര പോയിട്ടുണ്ടോ ചോദിച്ചു. ആ വഴിക്ക് പറഞ്ഞ വഴിക്ക് അവൻ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ സിം കാർഡില്ലേ, പണ്ടത്തെ സിം കാർഡ് അതെടുത്ത് ഒരെണ്ണെടുത്ത് കാണിച്ചു തന്നു. ഇതെന്തിട്ടാണെന്നറിയോ? ഉത്തർപ്രദേശിൻ്റെ സിം കാർഡ്. പിന്നെ വേറെ ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞു ബീഹാറിൻ്റെ സിം കാർഡ്. അതായത് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ സിം കാർഡുകളായിരുന്നു. ഇപ്പോൾ കേരളത്തിന് ഒരെണ്ണം, തമിഴ്നാടിന് ഒരെണ്ണം, ഈ റോമിങ് എല്ലാം ഇല്ലല്ലോ. അതായത് ഇവൻ ഈ ഇന്ത്യ മുഴുവൻ ഇവന് കാണാപ്പാടുന്നുള്ള ലെവലിലാണ് ഇവൻ പറഞ്ഞത്. എന്നോടാണോ ഈ ഇതൊക്കെ ഈ ഉച്ചാലി കാര്യം ചോദിക്കുന്നത്? ആ, അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായി. അപ്പോൾ പോവാണ് അങ്ങനെ പോയി ഒരു സേലത്തെത്തുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞ് പോണ്ടിച്ചേരിക്കുന്ന കാര്യം ലെഫ്റ്റിലേക്ക് ബാംഗ്ലൂരൊക്കെ അങ്ങനെയല്ലേ പോവുക. സേലം ഇല്ലാതെ സേലം കൊല്ലം കുറേ ഓർമ്മ പശയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ വണ്ടി നേരെ പോണതിന് പകരം ലെഫ്റ്റ് തിരിഞ്ഞു. അതായത് അതിനേക്കാളും മുന്നേ എന്ത് ടെൻഷനാണെങ്കിൽ ചേട്ടന് ഈ വഴികളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ഥലങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, ഓരോ സ്ഥലങ്ങൾ എവിടെ, അവിടേക്കുള്ള മാപ്പ് ഇങ്ങനെ നോക്കുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ ഗൂഗിൾ മാപ്പ് ആയാലും ഇങ്ങനെ നോക്കാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഓരോ വഴികൾ. അപ്പോൾ വഴികളൊക്കെ ഒരുവിധം ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് അറിയില്ലെങ്കിൽ പോലും ദിക്ക് നോക്കിയിട്ട് കറക്റ്റ് ആ സ്ഥലത്തേക്ക് ചേട്ടൻ എത്തും. അങ്ങനെയാണ് കേട്ടോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരെ തിരിച്ച്, എനിക്ക് സ്ഥലങ്ങളെ കുറിച്ച് യാതൊരു വക പിടിപാടുമില്ല. ഒരു 100 വട്ടം പോയിട്ടുള്ള സ്ഥലമായാലും എനിക്കറിയില്ല. ഒറ്റയ്ക്ക് ഞാൻ പോയാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ വഴികളൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോണതിൻ്റെ തലേദിവസം മാപ്പ്, നമ്മുടെ തമിഴ്നാടിൻ്റെ മാപ്പ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ പോകുന്ന വഴി നമ്മൾ ഇങ്ങനെയായിരിക്കും പോവുക, അത് ഈ വഴി കൂടെയാണ് പോവുക അങ്ങനെ പറഞ്ഞു. അവർ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ സേലത്തെത്തുമ്പോൾ കണ്ട ഇതിൽ കൂടെ പോവും. അങ്ങനെ നമ്മൾ ഈ പോണ്ടിച്ചേരി കണ്ട ഇത് ഇവിടെയാണ് കിടക്കണേ, പോണ്ടിച്ചേരിയിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ചേട്ടനപ്പോൾ ഈ ഗൂഗിൾ മാപ്പും സംഭവങ്ങളൊന്നും അന്നില്ലല്ലോ. കേരളത്തിൻ്റെ മാപ്പ്, പിന്നെ തമിഴ്നാടിൻ്റെ മാപ്പ്, പിന്നെ ഒരു ഇന്ത്യ മാപ്പ്. ഈ 3 മാപ്പും കൊണ്ടാണ് നമ്മൾ പോണേട്ടാ. ഒരു കൊല്ലം നേന്ത്രപ്പഴം, പിന്നെ ഒരു ബാഗ് നിറച്ച് ബ്രെഡ്, പിന്നെ കുറേ വെള്ളം, ഇതൊക്കെയാണ് അതായത് പുറമേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തൊന്നും അധികം ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നമ്മള് വയറ് കേടാക്കണ്ടല്ലോ പരമാവധി. അതായത് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണപ്പണിക്കാരാണ്. അപ്പോൾ ഈ എല്ലാ വർഷം ഓണത്തിന് ടൂർ പോവും, പണിക്കാര് പിള്ളേരൊക്കെ ആയിട്ട് ടൂർ പോവും. അപ്പോൾ ഈ ടൂർ പോകുമ്പോൾ മെയിനായിട്ടും എന്തിട്ട് പ്രശ്നം വെച്ചാൽ ടൂർ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എല്ലാവർക്കും വയറ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഭക്ഷണം പരമാവധി പുറത്തുനിന്നുള്ളത് ഒഴിവാക്കും. എന്നിട്ട് ഈ നേന്ത്രപ്പഴവും വെള്ളം കുടിച്ച് ബ്രെഡും തിന്ന് എത്ര ദിവസത്തെ ട്രിപ്പായാലും ആ ദിവസം മൊത്തം ഇങ്ങനെ കഴിച്ച് ഒപ്പിച്ച് വീട്ടിലെത്തും. അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം സാധനങ്ങളായിട്ട് പോണേ. നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ വരാം. ബാക്കിലൊക്കെ നമ്മൾ പണ്ടും ടൂർ പോകാറുണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലത്തെ സ്വർണ്ണപ്പണിക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസം ഓണം ആഘോഷിക്കുന്ന ഏക കേരളത്തിലത്തെ ആളുകൾ തൃശ്ശൂരിലത്തെ സ്വർണ്ണപ്പണിക്കാരായിരിക്കും. ആ 10 ദിവസം അവർ ആഘോഷിച്ച് തിമിർക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ളവരിങ്ങനെ ഭക്ഷണം കൊണ്ടുപോകുന്ന കാരണം നമുക്ക് തിരിച്ചു വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ ഈ പുറമെന്ന് കിട്ടുമ്പോൾ കിട്ടണമെന്ന് വെച്ചിട്ട് അടിച്ച് പൊളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വരുമ്പോൾ വയറിളൊക്കെ ആയിട്ടാണ്. ഞാൻ എല്ലാ കൊല്ലം ടൂർ പോകുമ്പോൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇതിട്ടാ. അങ്ങനെ ഞങ്ങൾ ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ പോയിട്ട് നമ്മൾ ഈ സേലത്തെത്തി കഴിഞ്ഞപ്പോൾ നേരെ പോകണം പകരം ലെഫ്റ്റ് തിരിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഡൗട്ടായി, ഇത് വഴി തിരിഞ്ഞിട്ടാണ് പോകുന്നത്, നമ്മൾ ബാംഗ്ലൂർ റോഡിലാണല്ലോ പോകണമെന്നുള്ളൊരു ഇത് വന്നു. അപ്പം ഞാൻ സരിതോട് പറഞ്ഞു, ഈ ഡ്രൈവർക്ക് എന്ത് പറ്റിയാവോ, നമ്മൾ വേറെ വഴിക്കാണല്ലോ പോണത്. അങ്ങനെയൊന്നല്ല, എൻ്റെ അടുത്തേക്ക് വഴി തെറ്റി പോയപ്പോൾ തൊട്ട് എൻ്റെ അടുത്തേക്ക് വന്നു ഈ മാപ്പും കൊണ്ട്, ഈ തമിഴ്നാട് മാപ്പും കൊണ്ട് വന്നു എൻ്റെ അടുത്തേക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, സരിത നമുക്ക് വഴി തെറ്റി. അപ്പോൾ ഞാനൊന്നും മിണ്ടില്ല ചേട്ടാ. നോക്കിയേ, നമ്മൾ പോകേണ്ട വഴി കണ്ട ദിദ്ദി കൂടിയാണ് ശരിക്കും നമുക്ക് പോകണ്ടേ. അതിന് വരെ നമ്മളിപ്പോൾ കണ്ട പോയിക്കൊണ്ടിരിക്കണത് ഇങ്ങടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഈ പോണ്ടിച്ചേരി കിടക്കണ കണ്ട അത് ഇവിടെയാണ് നമ്മൾ, പക്ഷേ ഇതേ പോയിക്കൊണ്ടിരിക്കണത് ഇങ്ങട്. ഇങ്ങനെ എൻ്റെ അടുത്ത് ഇത് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പറയും. എന്നാൽ അത് പറയേണ്ടത് ഡ്രൈവറോടല്ലേ. അപ്പം എൻ്റെ ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വഴി അറിയുന്നതല്ലേ ലോകം മുഴുവൻ വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വഴി കൂടെ അങ്ങോട്ട് പോയിട്ട് കുറച്ചാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വലത്തോട്ട് തിരിയെന്ന് വിചാരിച്ചു. ഇതങ്ങനെ വലിയൊരു ചുക്കൂലിയ, നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള ആദ്യം തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെക്കൻ്റെ അടുത്ത് ചേട്ടൻ പോയി ചോദിച്ചു, അനൂപിൻ്റെ അടുത്ത്, നമ്മൾ സേലത്തെത്തുമ്പോൾ ഈ തിരിയല്ല ചെയ്യാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അല്ലാന്ന്.
ആ വഴിക്കല്ല പോണ, ആ വഴി എന്തോ പൊളിച്ചിട്ടേക്കാന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ എന്തോ പറഞ്ഞു. വേറെ വഴിയുണ്ട്, വേറെ എവിടെ എത്തുമ്പോൾ തിരിയുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി 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 ധർമ്മപുരി പിന്നെ കൃഷ്ണഗിരിയാ അങ്ങനത്തെ സ്ഥലത്തുകൊണ്ട് എത്തിയപ്പോൾ പിന്നെ ബാംഗ്ലൂർ 94, 93 ഇങ്ങനെ കുറഞ്ഞ് അങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പൊ എനിക്കും തോന്നുന്നുണ്ട് വഴി തെറ്റിന്നുള്ളത്. ചേട്ടൻ പറയണത് ശരി ഞാൻ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോണ്ടിച്ചേരി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഇങ്ങനെ സൈൻ ബോർഡുകൾ കാണല്ലോ നമ്മൾ പോണ വഴിക്ക്, ഒരു സ്ഥലത്ത് പോലും ഈ പോണ്ടിച്ചേരിന്ന് എഴുതിയിട്ട് കാണാനില്ല, ഒക്കെ ബാംഗ്ലൂരാ കാണണേ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കും ബാംഗ്ലൂർക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ട് ഓരോ ബോർഡ് ആവും തോറും. അപ്പൊ ഇവനാണെങ്കിൽ ഇടയ്ക്ക് ഒന്നോർത്ത് കഴിഞ്ഞിട്ടാണ് ഈ പോണ്ടിച്ചേരി കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചോട്ട് ഇതിലും ഭേദം ബാംഗ്ലൂർക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. ബാംഗ്ലൂർ പിന്നെയും കാണാൻ വല്ലതുണ്ടായാലും പോണ്ടിച്ചേരിയിൽ ഒന്നുമില്ല. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ ഇടയ്ക്ക് വണ്ടി നിർത്തിട്ടാ, വണ്ടി നിർത്തിയിട്ട് അകലേക്കാണ്ട് നടക്കും. ഈ അനൂപ് കുറച്ച് ദൂരം നടന്നിട്ട് ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, വഴി തെറ്റിന്ന് മനസ്സിലായി. അങ്ങനെ മറ്റേ കയ്യിൽ ഈ മാപ്പ് ഉണ്ട്, അതാ ചെക്കന് കൊടുത്താ മതി. ആ ചെക്കന് കൊടുത്തിട്ട് എന്താ കാര്യം, അവൻ പറഞ്ഞൊന്നും കേൾക്കണ ആളല്ല. അത് ചേട്ടൻ എങ്ങനെയാ അറിയാ, നമുക്ക് പറഞ്ഞു നോക്കിയാലല്ല അറിയാ. എന്നിട്ട് നേരെ പോയി ഇങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നെ മറ്റേ ഈ കൃഷ്ണഗിരി അവിടെ എത്തി. കൃഷ്ണഗിരി സ്ഥലത്തിന്റെ പേര് ധർമ്മപുരി കഴിഞ്ഞിട്ട് കൃഷ്ണഗിരി അല്ലേ, അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ വലത്തോട്ട് മറ്റേ ട്രയാങ്കുലർ ഹൈവേ, മറ്റേ ഈ മദ്രാസ്, കൽക്കട്ട, ഡൽഹി, ബോംബെ ഇങ്ങനത്തെ ചതുഷ്കോണ പാത അതിലേക്ക് കടന്നപ്പോൾ പിന്നെ ഇങ്ങോട്ടാണ് തിരിഞ്ഞത്. അപ്പോൾ ബാംഗ്ലൂർക്ക് പകരം ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ പിന്നെ ഒരു 10-40 കിലോമീറ്റർ ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ പിന്നെ കാണുന്നത് ചെന്നൈ 150 എന്നുള്ള ബോർഡായി പിന്നെ വരുന്നത്. അപ്പോൾ ഞങ്ങള് അപ്പോഴും ചേട്ടൻ വീണ്ടും എന്നോട് പിന്നെ വഴി തെറ്റി, ഇതെൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. അങ്ങനെ പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഇവൻ വണ്ടിയിൽ നിന്ന് ഒതുക്കി, ഇവന് മനസ്സിലായി വഴി തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സമയം ഒരു 7 മണിക്കായിട്ട് വൈകുന്നേരം 7 മണി. ആ സമയത്ത് ശരിക്കും പോണ്ടിച്ചേരിക്ക് എത്തേണ്ട സമയം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം കഴിഞ്ഞു. ഇത് വഴി തെറ്റിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയാണ് പോണത്. പിന്നെ നമുക്ക് പോകേണ്ടത് അവിടേക്കാണ് പോകേണ്ടത്. ഇതൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഡ്രൈവറോടല്ലേ പറയണ്ടേ. അത് കഴിഞ്ഞിട്ട് അവൻ ഒരു 10-40 കിലോമീറ്റർ പോയിപ്പോൾ അവൻ വണ്ടി നിന്ന് ഒതുക്കി നിർത്തിയിട്ട് ആരൊക്കെ ഫോൺ വിളിച്ചു അകലുന്നുണ്ട്. ഫോൺ വിളിക്കുന്നത് ഞങ്ങൾ കേൾക്കാൻ പാടില്ലല്ലോ, അവന് വഴി തെറ്റി എന്നുള്ള ഇത് നമ്മളറിയാൻ പാടില്ലല്ലോ. ആ ലെവലിലാണ് ആള്, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന എല്ലാ വഴികളും അറിയുന്ന ആളാണ് കേട്ടോ. അവൻ ഫോൺ വിളിച്ചിട്ട് പിന്നെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ വലത്തോട്ടൊരു വലത്തോട്ട് തിരിഞ്ഞിട്ട് ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്തിട്ട് പറയാ, ശരിക്കും ഒരു ഓഫ് റോഡില്ലേ ആ വഴിയില്ലേ, ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾക്ക് അതന്നെ. കല്ലും കട്ടയൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു വഴി കൂടെയാണ് പോക്ക്. പിന്നെ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാനൊരു ബോർഡ് കണ്ടു പെട്ടെന്ന്, പോണ്ടിച്ചേരി 194 കിലോമീറ്റർ. അതൊരു ചെതല് പിടിച്ച പോലത്തെ മറ്റേ ഈ തുരുമ്പ് പിടിച്ചൊരു ബോർഡ്. അത് പ്രധാന ബോർഡ് രാത്രി കണ്ട ഞങ്ങൾ പോണേ. അതിന് 2 സൈഡ് വിജനമായ എന്താ പറയാ ഒരു കൃഷിസ്ഥലം അങ്ങനെ എന്തോ ആണ്. അതായത് ഈ പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ്. ഈ ജഗുവാണെങ്കിൽ ഈ കുഞ്ഞു കിടാവല്ലേ, എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി പഞ്ചറാവുക അല്ലെങ്കിൽ ഇതായി ചെയ്യണമെങ്കിൽ പെട്ടു കഴിഞ്ഞു. ആളുകൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയില്ല. അങ്ങനത്തെ ഒരു വഴി കൂടെയാണ് പിന്നെ ഞങ്ങൾ പോണത്. അങ്ങനെ പോയി രാത്രി 2 മണി ഒക്കെ ആയിട്ട് 2 മണി. എനിക്ക് ചിരി വരല്ലേ സ്വപ്ന സഞ്ചാരം നമ്മൾ പറയണത്. അതായത് വണ്ടിയിലിരുന്നിട്ടൊക്കെ ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയത്. കാര്യം എത്തണില്ല, നമ്മള് സുഖസഞ്ചാരം എന്നിട്ട് ഈ പാതിരാത്രിക്കാണ് യാത്ര. പിന്നെ 11 മണി 12 മണി 1 മണിക്ക് ഒരു 1:30-2 മണി അമ്പലത്തിന്റെ സൈഡ് തിരുവണ്ണാമല അമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോണു. ഞാൻ നോക്കിയപ്പോൾ തിരുവണ്ണാമല അമ്പലം അവിടെയെങ്കിലും നിർത്തി നമുക്ക് അവിടെ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു ആ സമയത്ത്. അപ്പൊ ഒരു 12 മണി 1 മണിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഹൈവേയിലേക്ക് കടന്നു. ഒരു 4 വരി പാത അവിടെ പൊടി ഇവറ്റൊക്കെ ചീഞ്ഞ ചാള പരിവായി നട്ടുമ്പോളുടെ കളിക്കണം എല്ലാവരും. ഇങ്ങനെയാണ് പോയിട്ട് പിന്നെ ലെഫ്റ്റ് ചെയ്ത് ഈ ഹൈവേ കൂടെ. ആ ഹൈവേ കൂടെ കുറച്ച് ദൂരം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴുണ്ട് പിന്നെ കാണുന്നത് ചെങ്കൽപ്പെട്ട് 92, ചെങ്കൽപ്പെട്ട് 93. അപ്പൊ ഞാൻ പറഞ്ഞു ചെങ്കൽപ്പെട്ട് ഈ മദ്രാസ് അടുത്തല്ലേ, നമ്മള് വീണ്ടും ഈ മദ്രാസിന് പോണതെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ ഒരു 10-30 കിലോമീറ്റർ പോയി ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു ഈ മറ്റേ ടോൾ പ്ലാസ ടോൾ പ്ലാസ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ വഴി ചോദിച്ചു ഇനി പോണ്ടിച്ചേരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ അവര്. അപ്പൊ അവര് പോണ്ടിച്ചേരിയാ? പോണ്ടിച്ചേരി ഇങ്ക ചെന്നൈ പറഞ്ഞു. വീണ്ടും വണ്ടി തിരിച്ചു പിന്നിലോട്ട്. ആ പിന്നിലോട്ട് പിന്നെ കുറെ പോയിട്ട് വില്ലുപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തി. അവിടുന്ന് പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് അവസാനം പോണ്ടിച്ചേരി എത്തിയപ്പോ ഒരു 3:30. കാണേണ്ട ഒരു സ്ഥലവും കാണണ്ടേ എങ്ങനെയെങ്കിലും അവിടുന്ന് എത്തി എവിടെയെങ്കിലും റൂം എടുത്ത് നിന്നാ മതി. നമുക്ക് അത്രയ്ക്ക് ഒന്നാമത്തെ തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഛർദി, തലവേദന, ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്നിട്ടാണേ അങ്ങനെ ഞങ്ങള് അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് റൂമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവര് സൂര്യോദയം കാണുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിലേക്ക് പോണത് തന്നെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പോണത്. അങ്ങനെ സൂര്യോദയം കാണാൻ അപ്പോൾ നമ്മുടെ സൂര്യോദയം എത്ര മണിക്കാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി. അപ്പോൾ 6:05 അത്രയും കണ്ടാണ്ട് സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനോട് പറഞ്ഞു, അനൂപിനോട് പറഞ്ഞു, ഞങ്ങള് 6 മണിക്ക് മുന്നേ ഞങ്ങള് നമ്മള് റൂം എടുത്തേക്കണ ഹോട്ടലിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കടലിലേക്ക്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര മണിക്ക് ഞങ്ങൾ റെഡിയാവും ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6:15 അങ്ങടാണ് അന്നത്തെ സൂര്യോദയം മറ്റേ കലണ്ടറിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 6 മണിക്ക് നീ തയ്യാറായിക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയത്. ഞങ്ങൾ എന്നിട്ട് എണീക്കാനൊന്നും വയ്യ, എന്നാലും ഇനിയിപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇനി സൂര്യോദയം കാണാണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് എണീറ്റൊക്കെ എല്ലോണൊക്കെ ഒന്ന് കുളിച്ചെടുക്കാൻ മാറി വന്ന് ഇവനെ വിളിച്ചപ്പോഴേ ഇവൻ പോത്തുപോലെ കിടന്നുറങ്ങണത് ഒരു ഇതുമില്ല. പിന്നെ റെഡി ചെന്നപ്പോണ്ട് സൂര്യൻ തലരമുള്ളായി അവിടെ ചെന്നപ്പോ അത്ര ഉയരത്തിലെത്തി കടലിന്റെ അവിടെ എത്തിയപ്പോ. അങ്ങനെ പിന്നെ അങ്ങനെ സൂര്യോദയം പരിപാടി പൊളിഞ്ഞു. അങ്ങനെ പിന്നെ അന്ന് പോണ്ടിച്ചേരിയൊക്കെ മുഴുവൻ കണ്ടിട്ട് പിന്നെ ഞങ്ങള് പിന്നെ ഈ അവിടുന്ന് പിന്നെ നമ്മൾക്ക് പിള്ളേർക്ക് കൊടൈക്കനാലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടേക്ക് പിന്നെ ചിദംബരം പിറ്റേ ദിവസം അന്ന് അവിടെ നിന്നില്ല. അന്ന് വൈകുന്നേരം അവിടെ നിന്ന് പിറ്റേ ദിവസം കാലത്താണ് ചിദംബരം. നേരത്തെ ചിദംബരം. അത് കഴിഞ്ഞിട്ട് തഞ്ചാവൂർക്ക് പോവാണ്. തഞ്ചാവൂർ കൂടിയിട്ടാണ് വരുന്നത് കേട്ടാ. ട്രിച്ചി അങ്ങനെയൊക്കെ കൊണ്ട് പോരാൻ ചെയ്യും. അപ്പൊ തഞ്ചാവൂര് ഭയങ്കരമായ ഒരു അമ്പലമാണല്ലോ, അത് കാണാലോ വെച്ചിട്ട്. ഭയങ്കര അത്ഭുതം തന്നെയാണ് തഞ്ചാവൂരൊക്കെ. ഇതിങ്ങനെ ഇത്ര വർഷം മുന്നിങ്ങനെയൊക്കെ പണിതു എന്നുള്ളത് ഭയങ്കര അല്ലേ. ആ ഏറ്റവും മുകളിലുള്ള അമ്പലത്തിന്റെ ഡോമൊക്കെ. അതെ, തഞ്ചാവൂർ അമ്പലത്തിന്റെ അവിടേക്ക് എത്തുന്ന കാര്യം പറയുന്നു. അപ്പൊ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേട്ടാ. വണ്ടി ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ വലതുവശത്ത് അങ്ങനെ അകലെ തഞ്ചാവൂരിലത്തെ മറ്റേ അമ്പലത്തിന്റെ ഡോമില്ലേ, മറ്റേ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇങ്ങനെ റെഡ് കളറല്ലേ, പ്രത്യേക കളറല്ലേ, ഒരു ചെങ്കല്ല് പോലത്തെ കളറിലാണല്ലോ അമ്പലത്തിന്റെ മുഴുവൻ. സരിത ഇവിടെ ഇരിക്കണേട്ടാ. സരിത പറഞ്ഞു ദേ കാണാണ്ടാ ഈ തഞ്ചാവൂർ അമ്പലം ദേ കാണുന്നു പറഞ്ഞു. വളരെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടാ. അപ്പൊ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിന്റെ പിന്നെ ഇങ്ങനെ പോണു അങ്ങോട്ട് പോണു. അവിടെയാണ് അമ്പലം കാണുന്നത്. അപ്പൊ ചേട്ടനോട് പറ അമ്പലം തഞ്ചാവൂർ അമ്പലം കാണുന്നത് അവിടെ അല്ലേ, പിന്നെന്താ നമ്മൾ എന്ത് ഇങ്ങോട്ട് പോണേന്ന് ചോദിച്ചു ചേട്ടനോട്. അപ്പൊ ചേട്ടൻ പറയാ അത് സാരല്ലേ പേടിക്കണ്ട, അവന് വഴി തെറ്റിയതാ. അങ്ങനെ പോയി അവിടുത്തെ ഒരു മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് വണ്ടി ചെന്ന് പെട്ടു. അത് നമ്മുടെ അരിയങ്ങാടി പറയണില്ലേ. അപ്പോഴും പോയിട്ട് ഡ്രൈവറുടെ അടുത്ത് പറയലടാ നമുക്ക് വഴി തെറ്റി, അമ്പലം അവിടെയാണ് പറഞ്ഞു കൊടുത്താ മതി. ചെന്ന് പെട്ടിട്ടേ ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ ചെന്ന് പെട്ടിട്ട് അവിടുത്തെ താമഴന്മാരെ കയ്യിൽ നിന്നുള്ള മുഴുവൻ ചീത്തയും കേട്ട് വണ്ടി അങ്ങോട്ട് എടുക്കാനും പറ്റില്ല, ഇങ്ങോട്ട് എടുക്കാനും പറ്റില്ല. അവർ പറഞ്ഞത് ഈ ട്രാവലറെ ഈ മാർക്കറ്റിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് അവര്. ഒരു 1/2 മണിക്കൂർ നേരം അതിലിട്ട് കറക്കി പിന്നെ അതിന് പുറത്ത് കടന്നിട്ട് ഞങ്ങള് പിന്നെ തഞ്ചാവൂര് അമ്പലത്തിന്റെ അവിടേക്ക് എത്തി. അപ്പൊ മാർക്കറ്റിനുള്ളിൽ നിന്ന് പുറത്ത് റോട്ടിലേക്ക് കടന്നപ്പോൾ ഈ അനൂപിനെ വിളിച്ച് ഞാൻ വേഗം ചെന്നിട്ട് അമ്പലം കാണുന്നത് കാണിച്ചു കൊടുത്തു ദൂരെ. അപ്പൊ പിന്നെ അത് നോക്കി പോയിക്കോളൂല്ലോ. അത് കാരണം ഇനി വഴി തെറ്റി വേറെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണ്ടെന്ന് ചോദിച്ചിട്ട് ആ കാണുന്നതാണ് ഈ തഞ്ചാവൂർ അമ്പലം. ഇനി ദയവ് ചെയ്ത് ഇനി വഴി തെറ്റരുത്. അപ്പൊ ഇവനോട് അതിന്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുത്താ ഈ വഴിക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ ഇവൻ പറയും മറ്റേ വഴി പൊളിച്ചിട്ടിരിക്കുകയെന്ന്. എവിടെ ഏത് വഴി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം വഴിയൊക്കെ പൊളിച്ചിട്ടിരിക്കുക. അങ്ങനെ തഞ്ചാവൂര് കണ്ടു. തഞ്ചാവൂര് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാൻ ഉണ്ടായിരുന്നു മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോവാണെന്നായിരുന്നു ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണെങ്കിൽ പിള്ളേരുണ്ടല്ലോ വണ്ടിയിൽ, അവർക്ക് കൊടൈക്കനാലിലേക്ക് പോകണം. അപ്പോൾ ഇവർ കൊടൈക്കനാൽ പോകുമ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിന് മുന്നും പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴൊക്കെ
കൊടൈക്കനാൽ ലേക്കിൻ്റെ ചുറ്റും സൈക്കിൾ ചവിട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം കൂടി കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാൽ എത്തുമ്പോൾ വൈകും. അപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റും സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല. എന്നിട്ട് പിള്ളേർ ഇത് വണ്ടിയുടെ ഉള്ളിൽ നലമ്പ് തുടങ്ങി, നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ അവിടെ സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ഓക്കെ, നമുക്ക് മധുര മീനാക്ഷി ക്യാൻസൽ ചെയ്തിട്ട് നേരെ കൊടൈക്കനാലിലേക്ക് പോവാം. അപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് എണീറ്റ് ചെന്നിട്ട് ജഗ്ഗു ഉറങ്ങാണ്. അപ്പൊ ജഗ്ഗുവിനെ ഇരുത്തിയിട്ട് ഞാൻ അവന്റെ അടുത്ത് ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്താ നമുക്ക് മധുര മീനാക്ഷി ക്യാൻസൽ ചെയ്തു, നമുക്ക് നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടോ. അതിന് മുന്നേ വേറെ കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ട്രിച്ചിയിൽ ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കിയിട്ടാണ് കേട്ടോ. ഒതുക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഞാനും സരിത് ഇങ്ങോട്ട് ജഗുനി എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. നോക്കി വണ്ടിയിലെ വെറുതെ ടയർ വിളിക്കുന്നു, ടയർ മൊട്ട. അപ്പോഴല്ല കണ്ടേ, നമ്മൾ അവിടെ ചെന്നില്ലേ, പോണ്ടിച്ചേരിയിൽ എത്തിയില്ലേ. പോണ്ടിച്ചേരിയിൽ എത്തിയിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ഈ സൂര്യോദയം കാണാൻ വേണ്ടി വന്നില്ലേ. എന്നിട്ട് അനൂപിനെ വിളിച്ചുണർത്തി കുളിക്കാൻ പറഞ്ഞേച്ചില്ലേ. എന്നിട്ട് നമ്മൾ വണ്ടിയിൽ അവിടെ നിൽക്കുമ്പോഴാണ് ചേട്ടനിക്ക് കാണിച്ചെന്നെ ടയറ്. രണ്ട് ടയർ തേനി മുട്ട, ഒരു ചെറിയൊരു ഒരു കട്ടര ഇതുപോലും ഇല്ല. ഫ്രണ്ടിലത്തെ ഇത്തിരിയെങ്കിലും നേരിയതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മുട്ട ടയറും വെച്ചിട്ടല്ലേ ഈ കല്ലും കുന്നൊക്കെ കേറി ഒരു വഴിയിലേക്ക് തിരിഞ്ഞു പറഞ്ഞില്ലേ, കല്ലും കട്ടയും അപ്പൊ ഈ ടയർ വെച്ചിട്ടാണ് നമ്മൾ പോണതേ. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഈ ഞങ്ങള് പിന്നെ ഈ ഇവിടേക്ക് പോണ്. അപ്പോഴാണ് ഈ പറഞ്ഞ അപ്പൊ മധുര മീനാക്ഷി ക്യാൻസൽ, നേരെ ഡ്രൈവറെ അനൂപിന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഹൈവേ ആണ്, അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല സ്മൂത്ത് ആയിട്ടാണ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അനൂപിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്, അനൂപെ നമുക്ക് മധുര മീനാക്ഷി ക്യാൻസൽ, നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആക്കി. എന്നിട്ട് സ്ലോ ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് സീറ്റിൽ വന്ന് ഇരുന്നു. ആ ഇരുന്ന വഴിക്കാണ് ഒരു പൊട്ടല്, ഒരു ശബ്ദം. ആ ശബ്ദം ഓലഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറയാ ഞാൻ വണ്ടി. അതാണെങ്കിൽ ഈ വണ്ടിയുടെ ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു താഴ്ചയാ, 50 അടി താഴ്ചയായിട്ടുള്ള ഒരു സ്ഥലം. ഇങ്ങനെ കുത്തനെയല്ല, ഇങ്ങനെ സ്ലോപ്പായിട്ട്. പക്ഷെ ഇത്തിരി കൂടിയും ആ ഭയങ്കര സ്പീഡിലാ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ മധുര മീനാക്ഷി ക്യാൻസൽ എന്ന് ചെന്ന് പറയാൻ നിന്നപ്പോൾ സ്ലോ ആക്കിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ അതേ സ്പീഡിൽ ഞാൻ പോകണ്ടാവും. അപ്പൊ വണ്ടി ചിലപ്പോ വണ്ടി സ്ലോ ആയിട്ട് ശരിക്ക് വണ്ടി സൈഡില് നിന്നു കറക്റ്റ് ആയിട്ട് ഒതുങ്ങി നിന്നു. ബാക്കിലത്തെ ടയർ പൊട്ടിയതാ, ഇടതുവശത്തെ ടയർ. അപ്പൊ അതിന്റെ പിന്നില് ഈ ഹൈവേ പെട്രോളിങ്ങിന്റെ വണ്ടി ഉണ്ട്, അത് ഇങ്ങനെ അവര് തൊട്ട് പിന്നിൽ അവര് ശരിക്ക് വന്നിട്ട് അവര് മുന്നിൽ വന്നു. അപ്പോ കുഴപ്പമില്ല, സ്റ്റെപ്പിനി ഉണ്ടല്ലോ, അത് മാറ്റിയിടല്ല വേണ്ടോ വെച്ചിട്ട് ഇവൻ സ്റ്റെപ്പിനി എടുത്തു. അത് മുട്ടയാണ് സാധനം, എന്തിട്ടല്ലേ ഒരു ഉത്തരവാദിത്തം ഇതിലാണ്ട്. എന്നിട്ടേ അപ്പൊ വൈകുന്നേരം ഒരു എത്ര മണിയുണ്ട്, അല്ല ഒരു 4 മണി 4:30 ആ സമയമാണ്. ഉച്ച തിരിഞ്ഞു തുടങ്ങി. അവരുടെ വണ്ടിയില് ഈ ടയർ കേട്ടിട്ട് അനൂപിനെ അവര് കൊണ്ടുപോയി, പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലത്തേക്ക് അവര് കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങള് ഇവർക്കൊക്കെ വിളിച്ചു, ഇതോടൊക്കെ ഈ വണ്ടിയിലെ ടെമ്പോ ട്രാവലറിന്റെ ഉടമസ്ഥനൊക്കെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു എന്തൊരു പണി ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്റെ കയ്യില് പുതിയ ടയർ വാങ്ങിക്കുക, അല്ല എന്തൊരു പറയാ, നല്ല ടയർ വാങ്ങിക്കാനുള്ള വഴിക്ക് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ വാങ്ങിച്ചോളൂ. ഇവന്റെ കയ്യില് 10 പൈസയില്ലേ ഇവന്റെ കയ്യില്, അത് അപ്പൊ അതിന്റെ കാര്യം പിന്നെ പറയാം. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ വണ്ടിയില് സ്റ്റെപ്പിനി കൊണ്ടുവന്ന് ആ സ്റ്റെപ്പിനി ഇട്ടു. സ്റ്റെപ്പിനി മുട്ടയാണ്, അതിനിത് ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ട് സാധനത്തിന്. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങള് പിന്നെ വിചാരിച്ചു ഇനി കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇത് വരുമ്പോഴേക്കും ഇരുട്ടായി 6:30 കേറുമ്പോ പൊട്ടിട്ടാണെങ്കിലോ മറ്റേ ഹെയർ പിൻ വളവ് കയറുന്ന സമയത്തേക്ക് അങ്ങനെ കാലത്ത് ദൈവമേ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അപ്പൊ ദൈവത്തിനോട് നന്ദി പറഞ്ഞു നേരെ മധുരയിലേക്ക് വിട്ടു. അപ്പൊ അനൂപ് പറയാണേ, നിങ്ങള് മധുര മീനാക്ഷി ക്യാൻസൽ ചെയ്തില്ലേ, അപ്പൊ ദേവി ശപിച്ചതാണ്, അതുകൊണ്ടാണ് ഇത്ര ഇത് പൊട്ടിയത്. അല്ലാതെ വണ്ടിയിലെ കുഴപ്പമുണ്ടല്ല, വണ്ടിയിലെ ഇതിന്റെ. എന്നിട്ട് പിന്നെ ഇവിടുന്ന് പോണത് അറിയോ, മധുരയിലേക്ക് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്, 5 കിലോമീറ്റർ സ്പീഡിൽ മണിക്കൂറിൽ
പതുക്കെ പോണില്ല. ഈ ടയറൊക്കെ കരിയണ ശബ്ദം വരാം, അല്ല ശബ്ദമല്ല, കരിയണ മണമൊക്കെ. അങ്ങനെ അവിടെ ചെന്നിട്ട് മധുരയിൽ ചെന്നിട്ട് ഞങ്ങളാണ് 2 പുതിയ ടയർ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. വിലയിൽ 10 പൈസയില്ല, ഒരു കാശുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളിന് ടയർ വാങ്ങിക്കും. മുതലാളി പറയും ടയർ വാങ്ങിക്കാനുള്ള കാശ് ഒക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഇവനെ വേറെ ടൂർ പോയിട്ട് ഉറക്കുളച്ചിട്ട് വന്നു കൊടുത്ത്, ഇവനാണെങ്കിൽ ഉറക്കം വന്നിട്ട് അതൊരു വക. നമ്മള് പറഞ്ഞപ്പോ അവനതാ പറഞ്ഞത്, നിങ്ങളൊന്ന് എന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഞാൻ വേറെ സത്യം പറഞ്ഞാല് വന്നിട്ട് ഞങ്ങള് ടൂർ പോണ അന്ന് രാവിലെ വേറെ സ്ഥലത്ത് പോയിട്ട് ലോങ് വണ്ടി ഡ്രൈവിങ് കഴിഞ്ഞിട്ട് അവന് എത്തിയിട്ടുള്ളു. എത്തിയപ്പ തന്നെയാണ് വണ്ടി കഴുകിയിട്ട് അപ്പ തന്നെയാണ് ആള് പോന്നേക്കണേ. അതുകൊണ്ടാണ് ഈ 6 മണി എന്നുള്ളത് 7:30 ഇത് നേരെ വൈകിട്ട്. വണ്ടിയുടെ ടയറും നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഈ ടയറൊക്കെ വെച്ചിട്ടില്ല വേറെ ടൂർ കൊണ്ട് പോയത്. അവരെ ഭാഗ്യം. അത് വല്ല സ്ഥലത്ത് പൊട്ടാണെങ്കിൽ നമുക്കായി ഇത് വണ്ടിയിൽ AC ഇട്ടിട്ട് പോകാനാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ഈ മണ്ണുത്തി കഴിഞ്ഞപ്പോ AC വർക്ക് ചെയ്യുന്നില്ല. AC ഇവിടെ വർക്ക് ആവണ്ടായിരുന്നില്ല. ഞങ്ങക്ക് ചൂടെടുത്തിട്ട് പാടില്ല. ലാസ്റ്റ് മറ്റേ ഗ്ലാസ് ഒക്കെ നീക്കിട്ടിട്ട് ആണ് പോയത്. അങ്ങനെ പിന്നെ ഇവിടുന്ന് മധുരയിൽ പിന്നെ ഞങ്ങളൊന്ന് താമസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് മധുരയിൽ നിന്ന് ഇനി അവൻ പറയണേ, അപ്പോൾ ടയർ ബാക്കിലത്തെ ടയർ പുത്തനായില്ലോ, ഫ്രണ്ടിലത്തെ ടയർ കുഴപ്പമില്ല. ഇനി അപ്പോൾ അവൻ പറയണേ, ഇനി കൊടൈക്കനാലല്ല, അതിൻ്റെ മുകളിൽ വേറെ മലയുണ്ട്, അവിടേക്ക് വരെ നമുക്ക് വണ്ടി ഉള്ളിൽ പോവാന്ന്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇത്. ഞാൻ പറഞ്ഞു ചുക്കും വേണ്ടെന്ന് പറഞ്ഞു, നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ പോകുന്നു. പിന്നെ മറ്റേ എന്താ പറയുക, സ്ഥലങ്ങൾ കാണാനുള്ള യാത്ര, പിന്നെ ഒരു തീർത്ഥയാത്രയായി. നേരെ ചെന്ന് പഴനിയിലേക്ക് ഞങ്ങൾ കയറി. പിന്നെ തിരിച്ചു പോന്നു. പഴനിയിലേക്ക് കയറി, പഴനിയെ പോയി. ജഗ്ഗുവിന്റെ തല മൊട്ടടിച്ചു. നന്ദി സൂചകമായി ജീവൻ തിരിച്ചു തന്നതിന് നന്ദി സൂചകമായിട്ട് ജഗ്ഗുവിന്റെ തല മൊട്ടടിച്ചു. അങ്ങനെ ഞങ്ങള് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, അനൂപേ നീ ഇങ്ങനെ ആളുകളെ ഇങ്ങനത്തെ വണ്ടി ഇതാക്കിയിട്ട് കൊണ്ടുവരുന്നിട്ടാന്ന് പറഞ്ഞു. അതായത് ഓണത്തിന് 5-10 ശവങ്ങളെ വന്നേനെ ശരിക്കും. ഇപ്പൊ ഇതിൽ പറയണില്ലേ സ്വപ്ന സഞ്ചാരം എന്ന് പറയില്ലേ, സ്വപ്ന സഞ്ചാരം, നരക സഞ്ചാരം തന്നെ അങ്ങനത്തെ ഒരു യാത്ര. അപ്പൊ നമുക്ക് പറയാനുള്ളത് അവിസ്മരണീയമായ യാത്ര തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഈ യാത്ര അനുഭവത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്താണ് ഇതിന്റെ മെസ്സേജ്? ഇതിന് നമ്മൾ ഈ ഡ്രൈവർമാര് ഫിറ്റായിരിക്കണം. ഫിറ്റായി എന്ന് പറഞ്ഞാൽ വെള്ളടിച്ചിട്ടുള്ള ഫിറ്റല്ല കേട്ടാ. വേറെ യാത്ര കഴിഞ്ഞ് വന്ന് നേരെ ഇങ്ങോട്ട് വന്ന ഡ്രൈവർമാരാവാൻ പാടില്ല. അത് ഈ വണ്ടിയുടെ ഉടമസ്ഥന്മാർ ശ്രദ്ധിക്കണം. പിന്നെ വണ്ടിയുടെ ടയറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വണ്ടി കണ്ടീഷനാണെന്ന് നോക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മാത്രമല്ല വഴി തെറ്റി മനസ്സിലാവുമ്പോ അപ്പൊ തന്നെ പറയാനായിട്ട് അതാണ് മെയിൻ പാഠം. അതെ, അതിനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. ആർജവം. അതെ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അത് കാണിക്കണം നമ്മൾ. അത് കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങള് കൃത്യമായിട്ട് വാടക കൊടുത്തിട്ട് അവന് ഫുള്ള് വാടക കൊടുത്തു, ഒരു പൈസ പോലും കുറവ് കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പൈസ കൊടുത്തു. അതിനേക്കാൾ ഏറെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. അയ്യോ, ജഗ്ഗുവിന്റെ മോന്റെ ചെറുപ്പത്തിലുള്ള കുറെ ഫോട്ടോസ് വീഡിയോസ് അത് ഇവൻ വാങ്ങിച്ചു വെച്ചു. അവൻ വാങ്ങിച്ചു വെച്ചതല്ല, പാട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുമ്പോ പാട്ട് നമ്മുടെ കയ്യിലുണ്ടോന്ന് ചോദിച്ചപ്പോ ഈ മെമ്മറി കാർഡിൽ പാട്ടുള്ള കാരണം കൊണ്ട് ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഈ മെമ്മറി കാർഡ് ഊരിയിട്ട് അവന് കൊടുത്തു. അപ്പൊ അതിട്ടിട്ട് ആണ് പാട്ട് കേട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ പാട്ടുകളോട് തന്നെ വെറുപ്പായി. അത് കേൾക്കുമ്പോ ഓർമ്മ വരും മറ്റേ ഈ വഴിതെറ്റി പോയതും. അത് എത്താണ്ടിരുന്നിരുന്ന് നമുക്കിങ്ങനെ എന്താ പറയാ, വെറുപ്പാവില്ലേ? അതുപോലെ യാത്രകളെ സ്നേഹിക്കുന്നവര് പോലും വെറുത്തു പോകും. അങ്ങനത്തെ യാത്രയായിരുന്നു അത്. മെമ്മറി കാർഡ് അവൻ കൊണ്ടുപോയി. മെമ്മറി കാർഡ് പിന്നെ വണ്ടിയിൽ നിന്ന് തിരിച്ച്, പിന്നെ വണ്ടിയിലത്തെ സെറ്റിന്റെ ഉള്ളിലായിരുന്നു, അത് തിരിച്ച് തരാൻ മറന്നുപോയി. ഞങ്ങൾ ചോദിക്കാനും മറന്നുപോയി. ഇടയ്ക്ക് അവനെ ഫോൺ വിളിച്ച് ചോദിക്കും, ചേട്ടൻ അവന്റെ വീട്ടിലേക്കൊക്കെ പോയി, എന്നിട്ട് പോലും അത് കിട്ടിയില്ല, അത് മിസ്സായി പോയി. അങ്ങനെ വലിയൊരു നഷ്ടം കൂടി സംഭവിച്ചു ഈ യാത്ര കൊണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. ഈ യാത്ര വിവരണം കണ്ടിട്ട് സാൻഡപ്പൻ എന്ത് പറയുന്നു ഞങ്ങൾക്ക് അറിയില്ല. കാരണം ആദ്യത്തെ എപ്പിസോഡ് തന്നെ ദുരന്ത യാത്ര, അല്ല സ്വപ്ന സഞ്ചാരം എന്നാണല്ലോ ഈ സെഗ്മെന്റിന്റെ പേര്. അപ്പോ ഒരിക്കലും ഇങ്ങനത്തെ യാത്ര ഉണ്ടാവരുത്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും അത് രാത്രി യാത്ര പാടില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി യാത്ര അപകടത്തിലേക്കായിരുന്നു പോയത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അത് ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. വേറെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വലിയൊരു ദൈവത്തിനോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ എപ്പിസോഡ് ഈ ദുരന്ത യാത്ര തന്നെ പറയേണ്ടി വന്നിൽ സാൻഡപ്പ ഞങ്ങളോട് ക്ഷമിക്കണം.